വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ശ്രീ പി വി രാജേഷ്, ശ്രീ ഗിരീന്ദ്രബാബു അവറുകൾ, ശ്രീ ദേവരാജൻ, ശ്രീ വിമൽ അവറുകൾ, പ്രത്യേകിച്ച് സദസ്സിൽ ഇരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള എഡിറ്റേഴ്സ് ശ്രീ ജയകുമാർ, ശ്രീ ഭാസ്കർ സാർ, പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമാണ്. ശിവഗിരിയിലും മറ്റൊക്കെ സന്ദേശം കൊടുക്കുന്നത് ശാശ്വതീതാനന്ദ സ്വാമി അങ്ങനെയുള്ള ആൾക്കാർ, നമ്മുടെ വളരെ ചെറിയ ആൾക്കാർ. അതുകൊണ്ട് ആ സന്ദേശത്തിൻ്റെ ബാഹുല്യതയിൽ നിൽക്കാതെ രണ്ട് വാക്കുകൾ. ഒന്നാമത് ഞാൻ ശ്രീ ഗിരീന്ദ്രബാബു അവരെ വിളിച്ചത് ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സാധാരണ ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ വലിച്ചു വാരി അങ്ങ് സംസാരിക്കാൻ ബോറടിക്കുമെന്ന് നിർത്തും. ഇതങ്ങനെയല്ല, ഒരു വിഷയം പറയാൻ. അദ്ദേഹം പറഞ്ഞ വിഷയം സൗഹൃദം. വളരെ അർത്ഥവത്തായിട്ടുള്ള വിഷയമാണ് സൗഹൃദം. നാം പലപ്പോഴും പഞ്ചസാര പൂശി അകത്ത് കൈപ്പൂണ് പൊളിപ്പിച്ച് കൊണ്ട് നടക്കുന്ന ആളെ കണ്ട് ചിരിച്ചിട്ട് അപ്പോൾ തന്നെ ചിരി ഓഫ് ചെയ്യുന്ന ഒരു സംഗതിയാണ് സൗഹൃദം. എന്നാൽ മലയാളിയെ സംബന്ധിച്ചോളം സൗഹൃദം എന്ന് പറയുന്നത് രക്തത്തിൽ അലിഞ്ഞ ഒരു സംസ്കാരമാണ്. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും ന്യൂസ് ചാനൽ ഓൺ ചെയ്യുമ്പോൾ അർജുനൻ എന്ത് പറ്റി എന്നാണ് നോക്കുന്നത്. നമ്മളാരുമല്ല, എന്നാലും അർജുനൻ എൻ്റെ ചങ്കാണ് എന്നാണ് ഹാഷ്മി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് മലയാളി എന്ന് പറയുമ്പോൾ പരസ്പര സൗഹൃദം, സ്നേഹം, കരുണ, ദയ ഇതെല്ലാം അലിഞ്ഞു ചേർന്നതാണ്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളില്ലേ, ഇല്ലെന്ന് തന്നെ പറയാൻ. കാരണം അർജുനെ അന്വേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അവിടെ വിളിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നത് ഇതെന്താ VIP ആണ് ഈ അർജുനൻ? അപ്പം നിങ്ങൾ VIP ഒന്നുമല്ല, മലയാളിയാണ്. അർജുന അറിയാമോ? അറിഞ്ഞൂടാ. എന്നാലും എൻ്റെ ചങ്കാണ് എന്നാണ് പറഞ്ഞത്. അതാണ് മലയാളി, അതാണ് നമ്മുടെ സംസ്കാരം. ഈ സംസ്കാരം മറ്റ് സ്റ്റേറ്റുകളിലില്ലാതെ നമുക്ക് മാത്രം ലഭ്യമായതിന് ധാരാളമായിട്ടുള്ള സാംസ്കാരിക അടിത്തറയുണ്ട്. സ്നേഹമാണ് അഖില സാരം ഒഴുകിൽ എന്ന് പഠിപ്പിച്ച കുമാരനാശൻ, സ്നേഹത്തെക്കുറിച്ച് ധാരാളം ഉപകഥകൾ പറഞ്ഞു തന്ന നമ്മുടെ അമ്മൂമ്മമാര്, സ്നേഹത്തെക്കുറിച്ച് ധാരാളം എന്താണ് അദ്വൈതം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ, എല്ലാവരും പഠിപ്പിച്ചത് പരസ്പരമുള്ള സ്നേഹവും സമ്പർക്കവും വൈകാരികതയുമാണ്. അത് നാം ഇന്നും തുടരുന്നു. ഇത് നമ്മുടെ സ്വത്തല്ല, നമ്മെ പഠിപ്പിച്ച് അങ്ങനെ ഒരു പരുവത്തിൽ സ്നേഹ സമ്പന്നരാക്കി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ധനം. ജീവിതത്തിൽ ഈ സ്നേഹം എങ്ങനെ അഡോപ്റ്റ് ചെയ്തു എന്ന് രണ്ട് ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒന്ന്, ഞാൻ ദീർഘകാലം നെയ്യാറ്റിൻകര റിപ്പോർട്ടറായിരുന്നു. ഇപ്പോൾ പോകുന്നതിന് ശേഷം പറയാൻ പാടില്ല, എന്നാലും പറയാം. ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ വലിയ പറയാൻ പാടില്ല, എന്നാലും പറയാം. അന്ന് ഞാൻ റിപ്പോർട്ടിംഗ് മേഖലയിലായിരുന്നപ്പോൾ നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൗസ് ആക്രമണം ഏതാണ്ട് 1.5 മാസമായി പോലീസ് ഇരുട്ടെടുത്തപ്പോഴായിരുന്നു ആളിനെ പിടികിട്ടുന്നു. ആരാണ് ബിഷപ്പ് ഹൗസ് ആക്രമിച്ചത് ഒരു പിടിയുമില്ല. അന്ന് ഈ പറഞ്ഞതുപോലെ CCTV ക്യാമറ സംഭവങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഉള്ളൂ. ഇത്രത്തോളം വ്യാപകമല്ല. 1 മാസം കഴിഞ്ഞിട്ടും ഒരു നിവർത്തിയുമില്ല. ഞാനും ഡെയിലി കിട്ടും എല്ലാ പത്രങ്ങളും എഴുതുന്നുണ്ടെന്നല്ലാതെ ആരെന്നറിയില്ല. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഉപകാരമില്ലാത്ത ധാരാളം സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. ആ സുഹൃത്തിൻ്റെ ജോലി മോഷണമാണ്. ഞാൻ പിന്നെ പറയാൻ പോകില്ല, അയാളെ തൊഴിൽ നമുക്കെന്താ. ഓഫീസിൽ വരും, ചായ കുടിക്കും, പിടിയും. വളരെ അടുത്ത സൗഹൃദമാണ് ഈ മോഷ്ടാവുക. പെരുമ്പഴുകാരൻ പോലീസ് ഇയാളെ സ്ഥിരം മോഷണമായപ്പോഴത്തേക്കും ജയിലിൽ വിടാൻ മടിച്ചു. കാരണം നോൺ ബെയിലബിളാണ്. മോഷണ കേസിട്ട് ജയിലിൽ പോയിട്ട് പിന്നെ തിരികെ വേണ്ടി വരും. അത് മടിച്ചിട്ട് പിന്നെ മോഷ്ടിക്കുമ്പോൾ പിടിയും, കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഇരുത്തി 20 സാധനമൊക്കെ വാങ്ങിച്ചിട്ട് മര്യാദയ്ക്ക് പറഞ്ഞേക്കും. ഒരു 3 ദിവസം സ്റ്റേഷനിൽ കിടന്നു. അങ്ങനെ ഈ മോഷണം ഒരു ദിവസം സ്റ്റേഷനിൽ കിടന്നപ്പോഴത്തേക്കും ആ സ്റ്റേഷൻ അകത്തിരുന്നുകൊണ്ട് എന്നെ വിളിച്ചു. ചേട്ടാ, ആ ബിഷപ്പ് ഹൗസ് ആക്രമണ കേസിലെ പ്രതി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ആര്? അത് ഞാൻ പറയാം. അതെങ്ങനെ അറിഞ്ഞു? ഞാൻ ഇപ്പുറത്തെ കിടന്ന് ഉറങ്ങണം, അവന്മാർ കണ്ടില്ല. DGPയും അന്നത്തെ DYSP ചോദ്യം ചെയ്യുകയാണ്. അവൻ ഏതാണ്ട് സമ്മതിച്ച മട്ടാണ്. ഞാൻ അവരങ്ങോട്ട് പോയിട്ട് പേര് രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞുതരാം. കുറെ കഴിയുമ്പോൾ പേര് രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു.
ഞാൻ നേരെ അന്ന് ആയിരുന്നു ശ്രീ SS സതീഷ് പറയുവാണ്. ഞാൻ സാറാണ് വിളിച്ചത്. പറഞ്ഞേ ബിഷപ്പ് സാക്രമ കേസിലെ പ്രതിയെ കിട്ടിയിട്ടുണ്ട്, ഇതിനെ പെട്ടെന്ന് സ്റ്റോറി ഒക്കെ സാറേ എക്സ്ക്ലൂസീവാണ്, മറ്റു പത്രങ്ങൾ കിട്ടുന്നില്ല, വേണ്ട പെട്ടെന്ന് തരുന്നു. ഞാൻ ഈ പറയുന്നത് അന്ന് സ്കാൻ ചെയ്ത് നേരെ ഞാൻ ചോദിച്ചു. പ്രതിയുടെ പേര് വ്യക്തമായിട്ട് പറയുന്നു. തിരിച്ച് SSID സാർ ചോദിച്ചു, ജിനനിത് പിന്നെ വളരെ ബോംബാണല്ലോ, കൊടുക്കാമോ? ഞാനും വിചാരിച്ചത് കള്ളൻ്റെ വാക്ക് കേട്ടല്ലേ ഏറ്റുപിടിച്ചത്, കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ അങ്ങോട്ട് വിളിക്കും. ഞാൻ മിസാറിൻ്റെ കാര്യം ഒരു 2 മിനിറ്റ് അങ്ങോട്ട് വിളിക്കാം. ഞാൻ തിരിച്ച് കള്ളനെ വിളിച്ചു, ഇടേ ശരിയല്ലേ തന്നെ ചേട്ടാ ധൈര്യമായിട്ട് കൊടുക്കണം. ഇവൻ്റെ മോഷ്ടാവിൻ്റെ ധൈര്യം കിട്ടിയപ്പോഴത്തേക്കും ആർക്കുമില്ലാത്ത ധൈര്യമാണ് ഈ മോഷ്ടാക്കിട്ടുള്ളത്. ബാജാറിനെ കാണണ്ടേ ധൈര്യം, ഇവൻ്റെ ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചുടനെ SSID സാർ വിളിച്ചു, സാറേ കൊടുക്കാം. പിറ്റേന്ന് അടിച്ചു വന്നു. ബിഷപ്പ് ഹൗസ് ആക്രമണ കേസിൽ സജിൻ ലാൽ 1-ാം പ്രതി. ആ സജിൻ ലാൽ എന്ന പേര് വയ്ക്കുന്നത് ആദ്യമാണ്, മറ്റു പത്രങ്ങളിലൊന്നുമില്ല. കേരളത്തിന്റെ ഫ്രണ്ട് പേജിൽ സജിൻ ലാൽ 1-ാം പ്രതി അടിച്ചു വലിയ വളത്തിൽ വന്നു. പക്ഷെ കേരളം കൊണ്ടൊരു കാര്യം കൂടെ ചെയ്തു, ഇത് സ്വന്തമായിട്ട് കയറ്റി പിടിച്ചില്ല. അതങ്ങനെ കയറ്റി പിടിക്കും, PG എന്നെ തല വെച്ചത് കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബൈലയുണ്ട്, ഇത് കള്ളം പുറത്തിറന്നല്ല കാര്യം അറിയാൻ പറ്റും എന്താണ് സംഭവിച്ചത്. പിറ്റേന്ന് രാവിലെ പത്രം കൊടുത്ത് സുഖമായിട്ട് ഓഫീസിൽ ചെന്നപ്പെടുത്ത് ഓടി വന്നു. ചേട്ടാ നിൽക്കുന്ന സജില്ലാതെ എവിടെ നിൽക്കുന്നു? അതാണ് TV പുറത്തേക്കും റോഡിലേക്കാണ്. ഞാൻ ബൈക്ക് കൊടുത്ത് നേരെ ടൂറിസ്റ്റ് ബംഗ്ലായി പോയപ്പോഴത്തേക്ക് സൈൻകാലി തന്നെയാണ് ആദ്യം സലാം പറ്റും. ഞാൻ അന്തമിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഞാൻ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് അന്ന് DYSP പിന്നെ പ്രസിദ്ധനായ അള്ളു രാമചന്ദ്രനായിരുന്നു. അദ്ദേഹം എന്നെ പതുക്കെ കഴിഞ്ഞ് വിളിച്ച പുറത്ത് വിളിക്കുന്നു, എന്തോന്ന് ചെയ്യണം. അപ്പം അങ്ങനെ കയ്യിൽ പത്രം ആയിക്കോട്ടെ, ഞാൻ ഇതുണ്ടോ സജിൻലാലിൻ്റെ പേര് ഇതുണ്ടോ ഇങ്ങനെ കണ്ടാണ് ഉണ്ടെന്ന്. ഞാൻ പുറത്തിറങ്ങി സജിൻലാൽ എല്ലാം നിൽക്കൊണ്ട് ഞാൻ ഓഫീസിൽ പോയി. അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സജിൻലാലിനെ അറസ്റ്റ് ചെയ്തു. പോലീസിന് ആൾ കിട്ടാതെ ഇരിക്കുകയായിരുന്നു. പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്തു. ഇന്നും കേസ് തെളിയിച്ചിട്ടില്ല, പക്ഷെ സജിൻലാലിനെ അറസ്റ്റ് ചെയ്ത് നുണപരിശോധനയ്ക്ക് വരെ കൊണ്ടുപോയി. സജിൻലാൽ എന്നെ പ്രതി, പോലീസിന് സമാധാനം, എല്ലാവർക്കും ഹാപ്പി. ഉറവിടം കള്ളൻ. ആ സൗഹൃദം വേറെ ഏതെങ്കിലും കള്ളന്മാരാണ് ഇത്ര സൗഹൃദമില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ച് പറയാമെന്ന് തോന്നുന്നു? ഇല്ല. ആ സൗഹൃദത്തിന്റെ ആഴം, ബന്ധം, അതിന്റെ പരപ്പ്, അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കടമ, കർത്തവ്യം, ഇതൊക്കെയാണ് കള്ളന്റെ മനസ്സിൽ സൗഹൃദമായി തോന്നിയത്. അതുകൊണ്ട് സൗഹൃദത്തെ നാം വിട്ടുകളയരുത്. ആരിൽ നിന്നും എപ്പോഴും നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഉപകാരം ഉണ്ടാകാം. സൗഹൃദം 2. സാധാരണ കേരള ഭൂമിയിലിരിക്കുമ്പോഴത്തേക്കും ഈ പരസ്യം വിളിച്ച് ചോദിക്കുന്ന പരിപാടിയാണ്, അതിലേക്ക് ഇരിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് വിളി വരും, എത്ര കിട്ടി. അങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുന്ന 2-3 കക്ഷികളുണ്ട്. ഒന്ന് വിശ്വഭാഷ, ഒന്ന് ശ്രീ മജീദ് സാർ. അന്ന് മജീദ് സാർ വലിയ ന്യൂസൊന്നും ഇല്ല, ഒരു കൊണ്ട് പിന്നെ അവിടെ കളിക്കാനുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനമുണ്ട്. മജീദ് സാർ വിളിക്കുമ്പോഴത്തേക്ക് 1,000 രൂപ പരസ്യം തരും, വാങ്ങിക്കും. പൈസ വാങ്ങാനാണ് അതിനേക്കാൾ പാട്. അപ്പോൾ ഒരു ദിവസം ഞാൻ മജീദ് സാറിനെ വിളിച്ചു. അപ്പം അങ്ങേ തലകിൽ ഒരു സ്ത്രീ സൗണ്ട്, അതൊന്ന് ലാൻഡ് ഫോണാണ്, സ്ത്രീ സൗണ്ട്. സാറല്ലല്ലോ, വളരെ കൊള്ളാവുന്ന സ്ത്രീ സൗണ്ട്. ഞാൻ സാറേ ഒരുപാട് വേലയെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സാറ് പെണ്ണുങ്ങളുടെ സൗണ്ടിൽ സംസാരിച്ച് പൈസ ഇല്ലാന്ന് പറയുന്നത്. സാറ് പിന്നെ പൈസ ഇല്ലെങ്കിൽ നേരെ പറയല്ലേ, പെണ്ണുങ്ങളുടെ സൗണ്ട് വിളിച്ച് പൈസ ഇല്ലാന്ന് പറയുന്നതില്ല. ഞാൻ ഫോണാണ് കേട്ടി. കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളി, ചേട്ടാ പിണങ്ങിയോ? ഞാൻ പറഞ്ഞു പിണങ്ങിയില്ലല്ലോ. ചേട്ടൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു പേര് പറഞ്ഞു. അങ്ങനെ ഈ വിളി സ്ഥിരമായി. ഡെയിലി 5 വിളി വിട്ടു. അങ്ങനെ വിളിപ്പിച്ച് വന്ന് ഈ ഫോണിൽ കൂടെ തന്നെ, റൗണ്ട് നമ്പറാ ഫോൺ, ആളിനെ കണ്ടിട്ടില്ല, ഈ ഫോണിലൂടെ തന്നെ അങ്ങ് സൗഹൃദം വളരെ അടുത്ത് വലുതാണ്. അത് സൗഹൃദത്തിൻ്റെ ആ വൈകാരികതയാണ്. സൗഹൃദം അങ്ങനെ സംസാരത്തിലൂടെ എക്സ്പോസ് ചെയ്യപ്പെടുന്നതാണ് സൗഹൃദത്തിൻ്റെ മറ്റൊരു അളവ് പോലാണ്. അപ്പോൾ അങ്ങനെ സൗഹൃദം വളരെ ശക്തമായി ഇത് നടന്നിട്ട് 10-20 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ആ സൗഹൃദം വീട്ടിൽ സുഖമായിരിക്കുന്നു. 2 പിള്ളേരുണ്ട്. മൂത്തയാൾ വീട്ടിലേക്ക്. സൗഹൃദത്തിന് മാത്രം ഒരു കുറവുണ്ട്. റോങ് നമ്പർ അല്ല, ഡയറക്റ്റ് നമ്പറാണ്, എന്നാലും കുഴപ്പമില്ല. പണ്ട് മുതലേ കേരള വിദ്യാഭ്യാസമായിരുന്നപ്പോൾ വീട്ടിലാണ്.
താമസം, വീട്ടിൻ്റെ സൈഡിലാണ് ഓഫീസ്. ഇപ്പോഴും അങ്ങനെയാണ്, വീട് വിട്ട് പുറത്ത് അങ്ങനെ പോകാറില്ല. അതുകൊണ്ട് എൻ്റെ സൗഹൃദവും ഞാൻ എപ്പോഴും സൗഹൃദമില്ല, പുറത്ത് പോകത്തിൻ്റെ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ആ സൗഹൃദത്തിൻ്റെ ഗാഠത ഇന്നതില്ല. ഇന്ന് അങ്ങനെയുള്ള ഈ എന്തോന്ന് പറയുന്ന ഈ സൗഹൃദമൊന്നുമില്ല. ഇന്ന് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് കഴിഞ്ഞ് പുതിയൊരു വാക്കിറങ്ങുന്നുണ്ട്, ബെസ്റ്റി. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ കിട്ടാൻ പോകുന്ന ആളുമല്ല, കാമുകനുമല്ല. ബെസ്റ്റി എപ്പോഴും വേണം കളയാം, ബെസ്റ്റിയെ ഏത് സമയത്ത് വേണം ബെസ്റ്റി വന്നിരുന്നത്. ഇങ്ങനെ നമ്മുടെ സൗഹൃദത്തിൻ്റെ ആ മാനങ്ങൾ തന്നെ മാറി വരും. എല്ലാവരും എന്തോന്നു ഈ മത്സരത്തിലാണ്, ഓടുവാനുള്ള മത്സരം, ജീവിക്കുവാനുള്ള മത്സരം. നമുക്ക് എല്ലാവരുടെയും കാര്യം ചോദിക്കുക, പിള്ളേരെ വളർത്തി വലുതാക്കണം. നിങ്ങളോ? ഞാനൊന്നും ആയില്ല. താങ്കളെ പിള്ളേരെ വളർന്നാൽ മതി. പിള്ളേരുടെ തുടങ്ങി നിന്റെ ജോലി നോക്ക്, നിന്റെ കാര്യം നോക്കുന്ന പിള്ളേരെ കാര്യം നോക്കി പോകും. ആസ്ട്രേലിയയിലോ അമേരിക്കയിലോ പിള്ളേർ പോകും കാര്യം നോക്കാൻ. അച്ഛനും അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കാവും. അവൻ മരിച്ചാൽ പോലും വീഡിയോ കോൾ വഴി നോക്കിയുള്ളൂ. വരാൻ സമയമില്ല. എന്നാൽ പണി പോകും. അമ്മയ്ക്ക് പണിയും കിട്ടി, അച്ഛനും പണി കിട്ടി, മക്കളില്ല. നീ നിന്റെ കാര്യം നോക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് മക്കൾ അച്ഛനും അമ്മയെയും നോക്കാതെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നത്. മക്കളെ പഠിപ്പിക്കേണ്ടത് നിന്റെ കാര്യം നോക്കുന്നല്ല, മനുഷ്യനായി വളരുമെന്നാണ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. നമുക്ക് എത്ര ആർക്ക് കഴിയും? നാം പഠിപ്പിക്കുകയാണ് കുട്ടികളെ. നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് പഠിക്കുക. നമ്മളെ നോക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിള്ളേരുടെ ജാതിയോ മതം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നീ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടില്ല. അവർ പുറത്ത് മനസ്സിലാക്കട്ടെ. വീട്ടിലങ്ങനെയുള്ള ഫോട്ടോകളൊന്നുമില്ല. ആരും തൊഴുന്നില്ല. കുട്ടികൾ വെളിയിൽ നിന്ന് തന്നെ പഠിച്ച് വരട്ടെ, ലോകത്തിലൊന്നും പഠിക്കട്ടെ ദൈവം എന്താണോ. അല്ല, വന്ന് കുട്ടിയെ കൊണ്ട് ഫോട്ടോയും കാണിച്ചു കൊടുത്തിട്ട് ഇത് രാമൻ, ഇത് കൃഷ്ണൻ, ഇതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പ് കൂടുമ്പോൾ നല്ലൊരു മത തീവ്രവാദിയായിട്ട് കക്ഷി പോയി വളരട്ടെ, ലോകത്തിലും കണ്ടുപിടിക്കട്ടെ. ദൈവം ഉണ്ടോ ഇല്ലയെന്ന് അന്വേഷിക്കട്ടെ. അത് കണ്ടുപിടിക്കും. ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോയിട്ടില്ല. ഞാൻ വേറൊന്നും പറയല്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കരുതെന്നല്ല. മതബോധം നല്ലതാണ്. അതിനകത്തുള്ള സാരോപദേശ കഥകളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മ ഈ വിധം എത്തിച്ചത്. എല്ലാ മതങ്ങളിലെയും സാരോപദേശ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആളാണ്. അല്ലാതെ BSc 2ാം ക്ലാസ്സിൽ പാസ്സായിട്ട് കണ്ടക്ടർ പണിക്ക് പോകുന്നതല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം. വീട്ടിൽ നിന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അവർ വിടുക, അവർ പഠിച്ചു വരും. നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ് അവർ. കാരണം അവരുടെ പ്രജ്ഞ ലേറ്റൻ്റാണ്. ധാരാളം ജന്മങ്ങൾ ജനിച്ച് വളർന്ന് വന്നാണ് നമ്മൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായി ജനിക്കുന്നത്. ധാരാളം പാരമ്പര്യവും ധാരാളം അനുഭവ സമ്പത്തും അവർക്കുണ്ട്. അവർ ഓണാകുകയാണ്. അവർ പ്രസവിച്ച് വീഴുമ്പോൾ അവർ ഓണാകുകയാണ്. അവർ സ്മരിക്കുകയാണല്ല, എല്ലാം അവർക്ക് സ്മൃതിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ പേർക്കും നല്ല സൗഹൃദങ്ങളായി വളരുവാൻ, സൗഹൃദം ഉള്ളിൽ സൂക്ഷിക്കുന്ന സൗഹൃദങ്ങളായി വളരുവാൻ, സൗഹൃദം നമ്മുടെ ഒരു സംസ്കാരമായി വളരുവാൻ, സംസ്കൃതം ആയി വളരുവാൻ, നമ്മുടെ ഈ ശീലം ആയി വളരുവാൻ എല്ലാവർക്കും പ്രജ്ഞ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും അടുത്ത വാർഷികത്തിന് മുമ്പെങ്കിലും ധാരാളം പരിപാടികളുമായി നമുക്ക് വീണ്ടും കാണാം എന്നും കൂടെ പറഞ്ഞുകൊണ്ടും കഴിഞ്ഞ വർഷം പറയേണ്ട സന്ദേശമാണിത്. അതിന് വിട്ടുപോയി എന്ന് കുഴപ്പമില്ല, സാറിന് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. കാരണം ഈ സദ്യക്ക് എല്ലാം വിളഞ്ഞിരിക്കും, അവസാനം രസം വിട്ടുപോകും. സാരമില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ എല്ലാവരും അമ്മ മറന്നു, ഞാനും മറന്നു. ദേവരാജന്റെ മനസ്സിൽ ഇപ്പോഴും വിളിച്ചില്ലല്ലോ എന്നുള്ളവരെ ഇതുണ്ട്. സാരമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടെ ഒരു സൗഹൃദ മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.